ഈ പുകവലിക്കുന്നവർ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. ഞാൻ വർഷങ്ങളായി പുകവലിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു ശരീരത്തിന് ഇത് ബാധിക്കാത്തത്, അല്ലെങ്കിൽ ബാധിച്ചത് അവർ അറിയാത്തതായിരിക്കുമോ? അതെ, അത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ബോഡി നോർമലാണ്, പക്ഷെ ശരിക്കും അത് അബ്നോർമൽ ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റെ ഒരു ഇത് ഡിസ്കസ് ചെയ്യാം. അതായത് എനിക്കൊരു പേഷ്യൻ്റ് വന്നു 2 ആഴ്ച മുമ്പ്. പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ വീണപ്പോൾ പല്ലളകി, അതായിരുന്നു അയാളെ കംപ്ലൈൻറ്റ്. വേറെ ഒരു ഇഷ്യൂസും അവർക്കില്ല. ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, പണ്ട് ച്യൂവബിൾ ടൊബാക്കോ ഒക്കെ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. മദ്യപാനമുണ്ട്. അപ്പോൾ നമ്മൾ വായ പരിശോധിച്ചപ്പോൾ ഇവരെ പല്ല് 4 എണ്ണം ഇളകിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു എക്സ്റേക്ക് വിട്ടു, നമ്മൾ ആ ഒരു സോഫ്റ്റ് ടിഷ്യൂ എക്സാമിനേഷനും കൂടി ചെയ്തപ്പോൾ നമുക്കൊരു സംശയം തോന്നി, ഒരു ക്യാൻസറസ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ അതൊരു ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ക്യാൻസറസ് കണ്ടീഷൻ ആയിക്കഴിഞ്ഞു. സാധ്യത അത് വൈറ്റ് പാച്ചും റെഡ് പാച്ചും ഒക്കെ മാറി അതൊരു ക്യാൻസറസ് ലീഷനായി മാറിക്കഴിഞ്ഞു. പക്ഷെ ആ പേഷ്യൻറ്റിന് അതൊരു നോർമലായിരുന്നു. അത് തന്നെയാണ് ഭൂരിഭാഗം ഈ പുകവലിക്കാരും നമ്മൾ പറയുന്നത്. എൻ്റെ അച്ഛൻ ഇത്ര കൊല്ലം വലിച്ചു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ടുവേർഡ്സ് ദ എൻഡ്. അതാണ് നമ്മൾ ഏജ് സ്പാനും കുറയും, അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും കുറയും. പക്ഷെ നമ്മൾ അത് വിചാരിക്കുന്നു നമ്മൾ നോർമലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു. പക്ഷേ യൂഷ്വലി അത് നമുക്കൊരു അബ്നോർമൽ ആയിരിക്കും. അതെ.